കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ, ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ. എൻ്റെ ദുഃഖങ്ങളേറ്റെടുക്കും, എൻ്റെ ഭാരങ്ങൾ ലഘുവാക്കിടും. എൻ്റെ ദുഃഖങ്ങളേറ്റെടുക്കും, എൻ്റെ ഭാരങ്ങൾ ലഘുവാക്കിടും. എൻ്റെ കണ്ണീരു കണ്ടാലോടിയെത്തും, തൻ്റെ മാറോടു ചേർത്തെന്നെ ഉറക്കും. പ്രിയ സ്നേഹിതനെന്നേശുനാഥൻ, ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ. എന്നിൽ സുഹൃതങ്ങൾ അവൻ നിറയ്ക്കും, എൻ്റെ കുറവെല്ലാം ഏറ്റെടുക്കും. എന്നിൽ സുഹൃതങ്ങൾ അവൻ നിറയ്ക്കും, എൻ്റെ കുറവെല്ലാം ഏറ്റെടുക്കും. എൻ്റെ കരളൊന്നു പിടഞ്ഞാൽ അവനറിയും, തൻ്റെ വചനം പകർന്നെന്നെ ഉണർത്തും. നല്ല സ്നേഹിതനെന്നേശുനാഥൻ, ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ, ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1-ാം വാക്യം. യേശുവോ ഒലിവുമലയിലേക്ക് പോയി. ഒലിവുമല, അതാണ് നമ്മുടെ ധ്യാന വിഷയം. യേശുവോ ഒലിവുമലയിലേക്ക് പോയി. ഒലിവുമലയുടെ ഒന്നാമത്തെ സന്ദേശം, ഒലിവുമലയിൽ പാപത്തിൻ്റെ ഭയാനകമായ തിരിച്ചടികളുണ്ട് എന്നുള്ളതാണ്. ദാവീദിന് ഒലിവുമലയിൽ കയറ്റം കയറി പോകുമ്പോൾ കരയേണ്ടി വന്നു, കണ്ണീരോടെ നിലവിളിക്കേണ്ടി വന്നു. ചെരിപ്പിടാതെ തലമൂടിയും കൊണ്ട് ലജ്ജാവിവശനായി കൊട്ടാരത്തിൽ നിന്ന് ഒളിച്ചോടി മകനെ പേടിച്ച് ദാവീദ് ഒലിവുമല കയറിപ്പോയി. പാപം ദാവീദിനെ പിന്തുടർന്നു. സ്വന്തം മകൻ ദാവീദിൻ്റെ ശത്രുവായിത്തീർന്നു. കൊട്ടാരം വിട്ട് ഓടേണ്ടി വന്നു. ഒലിവുമല തരുന്ന രണ്ടാമത്തെ ധ്യാനം, രണ്ടാമത്തെ പാഠം, ഒലിവുമല പ്രാർത്ഥനയുടെ മലയാണ് എന്നുള്ളതാണ്. ഒലിവുമല പ്രാർത്ഥനയുടെ രംഗമാണ്. ഒലിവുമല ദൈവത്തോടുകൂടെ രാത്രി കഴിക്കുന്ന മലയാണ്. കർത്താവായ യേശുക്രിസ്തു പിതാവിനോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ച മലയാണ് ഒലിവുമല.
യേശുക്രിസ്തു അപ്പർ റൂമിലേക്ക് കയറിപ്പോയ മലയാണ് ഒലിവുമല. അപ്പർ റൂം അതെന്താണത്? മുകളിലത്തെ മുറിയിലേക്ക് കയറിപ്പോയി. ഒലിവുമലയിൽ മുറിയുണ്ടെന്നല്ല പറഞ്ഞത്. ടു ഗോ അപ് ടു ദി അപ്പർ റൂം, അപ്പർ റൂമിലേക്ക് കയറിപ്പോവുക. സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് കാണിച്ചു തന്ന മാതൃക നാം പിൻപറ്റണം. യേശു കൂടെ കൂടെ ഒലിവുമലയിൽ പോയി രാപാർക്കും. യേശു രാത്രികാലങ്ങളിൽ ഒലിവുമലയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. പകലത്തെ വിശ്രമരഹിതമായ ശുശ്രൂഷയ്ക്ക് ശേഷം കർത്താവ് ഒലിവുമലയിലേക്ക് കയറി ഒലിവുമലയിൽ ചെന്ന് അവിടെ ഏകാന്തമായി സമയം ചെലവഴിക്കും. ഒലിവുമല അപ്പർ റൂം പ്രാർത്ഥനയുടെ മലയാണ്. യേശുക്രിസ്തു തൻ്റെ 3.5 കൊല്ലത്തെ പരസ്യ ശുശ്രൂഷ വേളയിൽ ഒരിക്കലും യെരൂശലേമിൽ രാത്രി കഴിച്ചിട്ടില്ല. രാജനഗരത്തിൽ രാത്രി കഴിച്ചിട്ടില്ല. ദേവാലയമുള്ള നഗരത്തിൽ രാത്രി ചെലവഴിച്ചിട്ടില്ല. രാത്രികാലങ്ങളിൽ പകലത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം യെരൂശലേമിൽ നിന്നും അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും യേശു പിൻവാങ്ങി ഒലിവുമലയിലേക്ക് ഏകാന്തമായി സമയം ചെലവഴിക്കാൻ കയറിപ്പോകും. ഒലിവുമലയിൽ കർത്താവ് പ്രാർത്ഥനയിൽ സമയം കഴിച്ചു പോന്നു. സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ മല, ടു ബി അലോൺ വിത്ത് ജീസസ്, യേശുവിനോട് കൂടെ ഏകനായിരിക്കുക. നമുക്ക് കുടുംബ പ്രാർത്ഥന വേണം, സംശയമില്ല. കുടുംബ പ്രാർത്ഥന വേണം. ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും വീട്ടിലുള്ള എല്ലാവരും രാവിലെയും വൈകുന്നേരത്തും ഒരുമിച്ചിരുന്ന് പാട്ടുപാടണം. നല്ല അനുഗ്രഹീതമായ ധ്യാനാത്മകമായ കീർത്തനങ്ങൾ പാടണം. പോരാ, നിങ്ങൾ ബൈബിൾ വായിക്കണം, പുതിയ നിയമം വായിക്കണം, സങ്കീർത്തനം വായിക്കണം. അത് കുറേശ്ശെയായി ഓരോരുത്തരും വായിക്കാം. അല്ലെങ്കിൽ ഒരാൾ വായിച്ച് എല്ലാവരും ധ്യാനിച്ചു കൊണ്ടിരിക്കാം. സങ്കീർത്തന ഭാഗങ്ങളാണെങ്കിൽ പ്രതിവാക്യമായി വായിക്കാം. അതെല്ലാം നമ്മുടെ സൗകര്യം പോലെ. പക്ഷേ വേദപുസ്തകം വായിച്ചിരിക്കണം. 2 നേരവും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇതെല്ലാം വേണം. പിതാക്കന്മാർ എഴുതി തന്ന പ്രാർത്ഥനകളും പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് അപ്പോൾ വീട്ടിലുള്ള 1 2 അല്ല മുഴുവൻ പേർക്കുമോ മാറി മാറി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, എഴുതപ്പെട്ട പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം. കൗമ നമസ്കാരങ്ങളാകാം. അല്ലേ അത് വേണ്ട എന്നുള്ളവരുണ്ടോ? അവരവരുടെ സൗകര്യം പോലെ ആകട്ടെ. സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥനാ ജീവിതം വേണം, കുടുംബ നമസ്കാരങ്ങൾ വേണം, കുടുംബ പ്രാർത്ഥനകൾ വേണം. അതൊരു വലിയ പരിശീലന കളരിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭാവിക്ക് നല്ലതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല പരിശീലനവുമാണ്. അവരുടെ ആ ഉപബോധ മനസ്സിൽ തിങ്ങി നിൽക്കാനും സഹായകമാകും ആ ഒരു പ്രാർത്ഥനയുടെ പശ്ചാത്തലം. അത് നല്ലതാണ്. നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടക്കരുത്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. രാവിലെയും വൈകുന്നേരവും തീർച്ചയായും കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അത് മുടക്കരുത്. അത് കുടുംബനാഥൻ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഗ്രഹനായിക ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കൾ ശ്രദ്ധിച്ചാലും നല്ലത് എല്ലാവരും ചേർന്നുള്ള കുടുംബ പ്രാർത്ഥന. പക്ഷേ അതുപോരാ. വി മസ്റ്റ് ബി അലോൺ വിത്ത് ജീസസ്. നാം ഒറ്റയ്ക്ക് യേശുവിനോട് കൂടെ ആകണം. യേശുവിനോട് കൂടെ അതിന് തക്ക സമയം കണ്ടെത്തണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒറ്റയ്ക്ക് യേശുവിൻ്റെ കൂടെ ഇരിക്കുന്ന അനുഭവം എത്ര പേർക്കുണ്ട്? യേശുവിനോട് കൂടെ ഏകാന്തത്തിൽ സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സമയമില്ലെന്ന് എനിക്കറിയാം. പലരും രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നവരാണ്, കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. ക്ഷീണിച്ച് തളർന്ന് അവശരായി വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന് ഒന്ന് കുളിച്ച് നമസ്കാരമെല്ലാം കഴിഞ്ഞ് എത്രയും വേഗം ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങേണ്ടവരാണ്. ശരി, പക്ഷേ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു കുറച്ച് സമയം, ഒരു അരമണിക്കൂർ സമയം, അല്ല അതിൽ കൂടുതൽ സമയം, അല്ല ഒരുപക്ഷെ അത്രയും ഇല്ലെങ്കിൽ ചില ദിവസങ്ങൾ അല്പം കുറഞ്ഞാണെങ്കിലും യേശുവിനോട് ഇരിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തുമോ? യേശുവിൻ്റെ കൂടെ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാൻ സമയം കണ്ടെത്തുമോ? അപ്പോൾ നിങ്ങളുടെ ഉള്ളു തുറന്ന് നിങ്ങളുടെ ആവലാധികൾ ദൈവത്തോട് പറയാം, നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയാം, എണ്ണി പറയാം, നിങ്ങളുടെ പോരായ്മകൾ പറയാം, നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് മാറിഞ്ഞു പോകാത്ത മാലിന്യങ്ങൾ എന്തെല്ലാം ഉണ്ടെന്നെല്ലാം യേശുവിനോട് തുറന്നു പറയാം. എല്ലാം നിങ്ങൾക്ക് ലജ്ജ കൂടാതെ തുറന്നു പറയാം. യേശുവിൻ്റെ പാദപീഠത്തിൽ നിങ്ങൾ ഇരിക്കുന്നു എന്ന് നിങ്ങളുടെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് യേശുവിനോട് എല്ലാം നിങ്ങൾക്ക് എണ്ണി തുറന്നു പറയാം. നിങ്ങൾക്കപ്പോൾ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ ചിലപ്പോൾ ഏങ്ങലടികൾ വരും, ചിലപ്പോൾ നിങ്ങൾ കരച്ചിൽ വരും. അയ്യോ, ഇപ്പോൾ ഈ പാവം പോയില്ല കർത്താവേ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിതുമ്പിയെന്ന് വരും. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണീരൊഴിയെന്ന് വരും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്നും അനുഭവമാക്കണം. പോരാ പ്രിയപ്പെട്ടവരെ, അതുമാത്രം പോരാ, നിങ്ങളുടെ തനിയെയുള്ള പ്രാർത്ഥനയിൽ സ്തോത്രം വരണം.
ദൈവം തന്ന അനുഗ്രഹങ്ങളോർ ദൈവത്തെ സ്തുതിക്കണം. ദൈവം തന്ന അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി പോസിറ്റീവ് പോയിൻറ്റ്സ് നിങ്ങൾ എടുക്കണം, പ്ലസ് പോയിൻറ്റുകൾ നിങ്ങൾ എടുക്കണം. നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, നിങ്ങൾക്ക് കിട്ടിയ പ്രയാസങ്ങളല്ല പറയേണ്ടത്, നിങ്ങൾ കിട്ടിയ അനുഗ്രഹങ്ങൾ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എത്രയോ പേര് ഹോസ്പിറ്റലിൽ ഇതാ ശരീരത്തിൽ വേദനയായി വലഞ്ഞു കിടക്കുന്നു. എനിക്കിത്രയും സൗഖ്യം നീ തന്നല്ലോ, എനിക്കിത്രയും സമാധാനം നീ തന്നല്ലോ. എത്രയോ പേര് അസ്വസ്ഥതയോടെ കഴിയുന്നു, എത്രയോ പേര് മാതാവും പിതാവുമില്ലാതെ അനാഥരെ പോലെ കഴിയുന്നു. എനിക്കിത്രയും ശാന്തത നീ തന്നല്ലോ. എത്രയോ പേര് പട്ടിണി പാവങ്ങളായി കഴിയുന്നു. എനിക്ക് നീ ഭക്ഷണം കഴിപ്പാൻ, നീ എനിക്ക് ജീവിക്കാനൊരു മാർഗം തന്നല്ലോ. കർത്താവ്, എത്രയോ പേര് കൈയില്ലാതെ, കാലില്ലാതെ, കണ്ണില്ലാതെ അവയവഭംഗത്തോടെ ജനിക്കുന്നു. എനിക്ക് നീ അവയവഭംഗം തരാതെ എന്നെ നീ കാത്തല്ലോ. ദൈവത്തിന് സ്തോത്രം. എത്രയോ പേര് 4 അക്ഷരം കൂട്ടി വായിക്കാൻ കഴിവില്ലാതെ, അക്ഷരാഭ്യാസമില്ലാതെ കഴിയുന്നു. എനിക്ക് നീ വിദ്യാഭ്യാസം തന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ പ്ലസ് പോയിൻറ്റുകൾ ഓരോന്ന് ചകഞ്ഞെടുക്കണം. എന്നിട്ട് ഓരോന്നും എടുത്തു പൊക്കിക്കൊണ്ട് യേശുവിനെ സ്തുതിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവം തന്ന നന്മകളോർത്ത് പ്ലസ് പോയിൻറ്റുകൾ എണ്ണി എണ്ണി നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, അങ്ങനെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോഴും നിങ്ങൾ ഏങ്ങലടിക്കും. അപ്പോഴും നിങ്ങൾ ആ സ്തുതിയിൽ മങ്ങി, അതിലങ്ങോട്ട് മയങ്ങി, അതിലങ്ങോട്ട് ലയിച്ച് നിങ്ങൾ ദൈവത്തെ അങ്ങ് ആരാധിച്ചു തുടങ്ങും. നിങ്ങൾക്ക് നിർത്താൻ വയ്യാതെ നിങ്ങൾ ദൈവത്തെ സ്തോത്രം ചെയ്തു തുടങ്ങും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സന്തോഷവും നന്ദിയും കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിറയും. കർത്താവേ, എനിക്കിത്രയും സ്നേഹമുള്ള ഒരു ഭർത്താവിനെ നീ തന്നല്ലോ. എത്രയോ പേര് ഭർത്താവിൻ്റെ തല്ലുകൊണ്ട് രാവും പകലും വലയുന്നു. എനിക്ക് നല്ല സ്നേഹമുള്ളൊരു ഭർത്താവിനെ തന്നല്ലോ. വേറൊരാൾക്ക് പറയാം, കർത്താവേ, എൻ്റെ ഭർത്താവ് മദ്യപാനിയാണെങ്കിലും എനിക്ക് സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ തന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. അല്ല, അപ്പോൾ നിങ്ങൾക്ക് പറയാം, കർത്താവേ, എൻ്റെ ഭർത്താവ് മദ്യപാനിയാണ്, കുഞ്ഞുങ്ങൾ ഉഴപ്പിക്കളയുന്നു, പക്ഷേ എനിക്ക് നീ നല്ല ആരോഗ്യം തന്നല്ലോ. അതിലെന്താണ് നന്മയുള്ളത് അതുമാത്രം എടുത്തിട്ട് ദൈവത്തെ അങ്ങ് സ്തുതിക്കണം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ വാഴ്ത്തണം. ദൈവത്തിന് സ്തോത്രം. നിരാശാകരമായ കാര്യങ്ങളൊന്നും അന്നേരം നിങ്ങൾ കാണേണ്ട. മൈനസ് പോയിൻറ്റ്സ് എല്ലാം അങ്ങ് മാറ്റിയേക്കണം. ദൈവത്തിന് സ്തോത്രം. മൈനസായിട്ടുള്ളത്, പോരായ്മയായിട്ടുള്ളത് അതെല്ലാം അന്നേരം ചകഞ്ഞെടുക്കാതെ അതെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ നല്ല കാര്യങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. കർത്താവേ, ഇതിനൊന്നും എനിക്ക് യോഗ്യതയില്ലല്ലോ, എന്നേക്കാൾ നല്ലവരെ വലയുന്നുണ്ടല്ലോ, എന്നേക്കാൾ മാന്യന്മാർ വളരെ ദുരിതപ്പെട്ട് കഴിയുന്നുണ്ടല്ലോ, എന്നേക്കാൾ ശ്രേഷ്ഠരായിട്ടുള്ളവർ വളരെ വേദനിച്ച് കഴിയുന്നുണ്ടല്ലോ. നീ എനിക്കിതെല്ലാം തന്നല്ലോ. സത്യമായും ദൈവത്തെ നിങ്ങൾ വാഴ്ത്തി പുകഴ്ത്തണം. അതാണ് ആരാധന. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞു, തീർന്നില്ല. നിങ്ങളുടെ രഹസ്യ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിട്ട് ആരെല്ലാം ഉണ്ട് അവരെ എല്ലാം എണ്ണി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദുഃഖിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മനോഭാരത്തിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റുള്ളവരുടെ വേദനയിൽ നിങ്ങളങ്ങോട്ട് ലയിച്ചു ചേരണം. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നിങ്ങളങ്ങോട്ട് പങ്കാളികളാകണം. അവരുടെ പ്രയാസങ്ങൾ, അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ കണ്ണീരുകൾ, അവരുടെ നൊമ്പരങ്ങൾ അതെല്ലാം നിങ്ങൾ വഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട്, കർത്താവേ, നീയല്ലോ എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നവൻ, എനിക്ക് നീ ആശ്വാസം തന്നതല്ലേ, എൻ്റെ കർത്താവേ, എനിക്ക് നീ സമാധാനം തന്നതല്ലേ, ഈ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നീ ആശ്വാസം കൊടുക്കണമേ. ഹോസ്പിറ്റലിൽ ചിലർ കിടക്കുന്നു, കർത്താവേ, ഞരങ്ങി വലഞ്ഞു കിടക്കുന്നു, മരണത്തോടടുത്ത് ചിലർ കിടക്കുന്നു, കർത്താവേ, ഒന്നും മിണ്ടാൻ പോലും കഴിയാതെ ചിലർ വിഷമിച്ച് വലഞ്ഞു കിടക്കുന്നു. കർത്താവേ, നീ ഒന്ന് ചെല്ലണമേ, ഒന്ന് നീ സന്ദർശിക്കണമേ. നിൻ്റെ ആ തിരക്തം പുരണ്ട കരം അവരുടെ മേലൊന്ന് വെക്കണമേ. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. വലയുന്നവർ, അങ്ങനെയുള്ളവരെ എല്ലാം നിങ്ങൾ മനസ്സിൽ ഓർക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സത്യത്തിലേക്ക് വരാതെ ഭോഷ്കിനടിമപ്പെട്ട് പിശാചിൻ്റെ വലയിൽ കുടുങ്ങി കിടക്കുന്ന ദുസ്വഭാവത്തിന് അടിമകളായി പോയവരെ, അവരെയും വഹിച്ച് നിങ്ങൾ കുരിശിൻ ചൂട്ടിലേക്ക് കടന്നു ചെന്ന് അവരെ കുരിശിൻ ചൂട്ടിലേക്ക് വെക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എൻ്റെ വിശ്വാസത്താൽ നിനക്ക് എന്നോടുള്ള സ്നേഹത്തെ പ്രതി നിൻ്റെ നാമത്തിൽ ഞാൻ ആശ്രയിച്ച് ഈ ആളെ നിന്നെ കുരിശിൻ ചൂട്ടിലേക്ക് തരികയാണ്. എൻ്റെ ഈ പ്രിയപ്പെട്ട ഭർത്താവിനെ ഞാൻ കുരിശിൻ ചൂട്ടിലേക്ക് വയ്ക്കുകയാണ്. എൻ്റെ മോനെ കുരിശിൻ ചൂട്ടിലേക്ക് വയ്ക്കുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ഭാര്യയെ ഞാൻ നിൻ്റെ കുരിശിൻ ചൂട്ടിലേക്ക് വയ്ക്കുകയാണ്. അവളോട് നീ ഒന്ന് മനസ്സലിയണം, എൻ്റെ ഭർത്താവിനോട് നീ ഒന്ന് മനസ്സലിയണം. എണ്ണി നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചെല്ലാം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ.
മറ്റ് വ്യക്തികളുടെ കാര്യം മാത്രമല്ല, സുവിശേഷ വേലകളുടെ കാര്യങ്ങൾ, സുവിശേഷ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ, സുവിശേഷ വേലക്കാരുടെ കാര്യങ്ങൾ, എൻ്റെ കർത്താവേ മഹത്വമേറിയ സുവിശേഷം പരക്കേണ്ടതിൻ്റെ കാര്യങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയുടെ കാര്യങ്ങൾ എല്ലാം എണ്ണി നിങ്ങൾക്ക് ദൈവത്തോട് പറയാം. പറഞ്ഞാലും തീരുകയില്ല. ദൈവത്തിന് സ്തോത്രം. സമയം പോകുന്നത് നിങ്ങൾ അറിയുകയില്ല. എന്നിട്ട് നിങ്ങൾ സമയം മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്ക് ജോലി തിരക്കുള്ളവരാണ്, പല ജോലികളുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ സമയം മുന്നോട്ട് പോയി, എണീക്കാൻ തോന്നുന്നില്ല. കർത്താവിൻ്റെ പാദപീഠത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നുന്നില്ല. അവിടെ ഇരിക്കാനാണ് നിങ്ങൾക്ക് സന്തോഷം. ദൈവത്തിന് സ്തോത്രം. പക്ഷേ കർത്താവേ, ഈ താബോറിലേറെ നേരം ഇരിക്കാൻ പറ്റില്ലല്ലോ. താഴ്വരയിലേക്ക് പോകേണ്ട കാര്യമുണ്ടല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ എഴുന്നേറ്റ് താഴ്വരയിലേക്ക് പോയിക്കൊള്ളട്ടെ. കർത്താവേ, അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് വീണ്ടും മലമുകളിലേക്ക് കയറി വന്നുകൊള്ളാം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, താഴ്വരയിലേക്ക് പോകാൻ അപ്പോൾ നിങ്ങൾ തയ്യാറാകൂ. കർത്താവേ, എന്നെ ബലം ധരിപ്പിച്ച് അയക്കണമേ. കർത്താവേ, എന്നെ കോട്ട കെട്ടി അയക്കണമേ. കർത്താവേ, എന്നെ ശക്തി ധരിപ്പിച്ച് അയക്കണമേ. കർത്താവേ, തിരുരക്തത്തിൻ്റെ മുദ്ര തന്നെ അയക്കണമേ. കർത്താവേ, ജയമുള്ള സ്ലീബായിട്ട് അടയാളം തന്നെ അയക്കണമേ. കർത്താവേ, ഞാനിതാ വക്രതയുള്ള കോട്ടമുള്ള തലമുറയുടെ നടുവിലേക്ക് ഇറങ്ങുന്നു. എന്നോട് കൂടെ നീ ഇരിക്കണമേ. എന്നോട് കൂടെ നീ നിൽക്കണമേ. എൻ്റെ മുൻപ് നീ നിൽക്കണമേ. ഞാൻ മിണ്ടാൻ തുടങ്ങുമ്പോൾ എൻ്റെ ചുണ്ടിലും എൻ്റെ നാവിലും നിൻ്റെ തിരുരക്തം പുരട്ടണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഏകാന്ത സമയങ്ങളുണ്ടാകണം, പ്രാർത്ഥനയുടെ സമയങ്ങൾ. യേശു ഒലിവുമലയിലേക്ക് പോയി. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യേശു ഒലിവുമലയിലേക്ക് പോയി. നിങ്ങളുടെ ജീവിതത്തിൽ ഏകാന്ത സമയങ്ങൾ, പ്രാർത്ഥനാ സമയങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. എപ്പോഴും സന്തോഷിപ്പീൻ. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. ഇടവിടാതെ പ്രാർത്ഥിക്കണം. പ്രേ വിതൗട്ട് സീസിങ്. മുടക്കം കൂടാതെ പ്രാർത്ഥിക്കണം. മടുപ്പില്ലാതെ പ്രാർത്ഥിക്കണം. മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല എന്ന് വരുമ്പോഴും മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ക്ഷമയോടെ പ്രാർത്ഥിക്കണം. ലജ്ജ കൂടാതെ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, മടുപ്പില്ലാതെ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അഭയയാചനയോടെ പ്രാർത്ഥിക്കണം. ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ദൈവത്തോട് മുട്ടിപ്പായിട്ട് അപേക്ഷിച്ചുകൊണ്ട് ദൈവ കരുണ ലഭിക്കുവോളം പ്രാർത്ഥിക്കണം. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, 123-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഒരിക്കൽ പറഞ്ഞു, സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്കലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്നത്. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്കലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. എപ്പോൾ വരെ പ്രാർത്ഥിക്കണം? കൃപ കിട്ടുന്നതുവരെയും പ്രാർത്ഥിക്കണം. ദൈവസാന്നിധ്യം ലഭിക്കുന്നവരെയും പ്രാർത്ഥിക്കണം. കൃപ ലഭിക്കുന്നതുവരെയും പ്രാർത്ഥിക്കണം. മകളെ, നീ ലജ്ജിക്കണ്ട, നീ സംശയിക്കണ്ട. എനിക്ക് പ്രാർത്ഥിക്കാൻ മറുപടി കിട്ടിയില്ലല്ലോ എന്ന് നീ നിരാശപ്പെടേണ്ട. കൃപ ലഭിക്കുവോളം പ്രാർത്ഥിച്ചുകൊള്ളൂ. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്കലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിൻ്റെ കയ്യിലേക്കും എന്ന പോലെ യഹോവേ, നീ എന്നോട് കൃപ ചെയ്യുവോളം ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കൃപ ചെയ്യുവോളം, കൃപ ലഭിക്കുവോളം പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും മടുത്തു പോകരുത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന്. 18-ാം അധ്യായം 1-ാം വാക്യം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. മടുത്തു പോകാതെ എപ്പോഴും ഇടവിടാതെ പ്രാർത്ഥിക്കണം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. കർത്താവ് പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വിധവയുടെ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? പ്രതിയോഗിയോട് പ്രതിക്രിയ ചെയ്ത് എനിക്ക് ന്യായം പാലിച്ചു തരണമേ എന്ന് ആ വിധവ പ്രാർത്ഥിച്ചതുപോലെ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. ന്യായാധിപൻ പ്രതിക്രിയ നടത്തി കൊടുത്തില്ല, പക്ഷേ വിധവ പുറകോട്ട് മാറുന്നില്ല. പ്രതിയോഗിയോട് പ്രതിക്രിയ ചെയ്ത് എനിക്ക് ന്യായം പാലിച്ചു തരണമേ, പ്രതിയോഗിയോട് പ്രതിക്രിയ ചെയ്ത് എനിക്ക് ന്യായം പാലിച്ചു തരണമേ എന്ന് ആ വിധവയായ സ്ത്രീ പിന്നെയും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ന്യായാധിപൻ അതൊന്നും ചെവിക്കൊണ്ടില്ല. അവളിങ്ങനെ പ്രാർത്ഥിച്ചിട്ടും ന്യായാധിപൻ ചെവിക്കൊണ്ടില്ല. വിധവയായ സ്ത്രീ പിന്നെയും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, അവസാനം ആ ന്യായാധിപൻ പറയുകയാണ്, എനിക്ക് ദൈവത്തെ ഭയമില്ല, മനുഷ്യനെ ശങ്കയുമില്ല, എങ്കിലും വിധവായനെ അസഹ്യമാക്കുന്നല്ലോ, അതുകൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവളോട് വിലൊന്ന് എന്നെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ദൈവമോ
ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ ഭൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. വേഗത്തിൽ അവർ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നതിൻ്റെ ഭൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രാർത്ഥിച്ചതുപോലല്ല. നാം പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ പ്രാർത്ഥന അങ്ങോട്ട് പൊങ്ങുന്നില്ല. നാം പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന അങ്ങോട്ട് പൊങ്ങുന്നില്ല. എന്താണ്? നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ട്. പാപം, അകൃത്യം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ പ്രാർത്ഥന അങ്ങോട്ട് പൊങ്ങുകയില്ല. അതുകൊണ്ടാണ് പൂർവികന്മാരായ പുണ്യവാന്മാരായ പരിശുദ്ധന്മാരായ പിതാക്കന്മാർ പാടി, നിങ്ങൾക്കും കാണാതെ പാടാൻ അറിയാം, മേലുള്ള ഊർസ്ലേം വാതിലുകൾക്കുള്ളിൽ കർത്താവേ എൻ്റെ പ്രാർത്ഥന നിൻ സിംഹാസനം അണയണമേ. മേലാം ഊർസ്ലേം വാതിലുകൾക്കുള്ളിൽ നിൻ സിംഹാസനം അണയണമേ. ഈ പ്രാർത്ഥന മിശിഹാ തമ്പുരാനെ, മേലുള്ള ഊർസ്ലേം വാതിലുകൾക്കുള്ളിൽ നിൻ സിംഹാസനം അണയണമേ. ഈ പ്രാർത്ഥന മേലുള്ള ഊർസ്ലേം വാതിലുകൾക്കുള്ളിൽ നിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ എൻ്റെ ഈ പ്രാർത്ഥന വന്നു ചേരണമേ. ആ പ്രാർത്ഥനയെ തടുക്കുന്ന എൻ്റെ പാപങ്ങൾ കർത്താവെ മായ്ച്ചു തരണമേ എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. പാപം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ചെല്ലുകയില്ല. 66-ാം സങ്കീർത്തനം 18-ാം വാക്യമാണ്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. ദൈവമേ, എൻ്റെ ഹൃദയത്തിൽ അകൃത്യമുണ്ടെങ്കിൽ പ്രാർത്ഥന പൊങ്ങുകയില്ല. പ്രാർത്ഥന അത് അക്ഷരങ്ങളല്ല, വാക്കുകളല്ല. പ്രാർത്ഥന അത് സൂന്തധൂപം പോലെ ഉയരണം. അവിടെ കാർമേഘം പോലെ പാപം തങ്ങി നിന്നാൽ പാപത്തിൻ്റെ അപ്പുറത്തേക്ക് ഈ പ്രാർത്ഥന ധൂപം പോലെ പൊങ്ങുകയില്ല. പ്രിയപ്പെട്ടവരെ, പാപം മാറ്റിയിട്ട് പ്രാർത്ഥിക്കണം. പാപം, അകൃത്യം അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റിയിട്ട് പ്രാർത്ഥിക്കണം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യം വായിക്കുമ്പോൾ കാണാം, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. പാപങ്ങൾ അവൻ്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥന ചെല്ലാതെ അവൻ്റെ മുഖത്തെ നോക്ക് മറയ്ക്കുവാൻ പിശാച് വയ്ക്കുന്ന മറയാണ്, പിശാച് വയ്ക്കുന്നതായ തടസ്സമാണ്. പാപത്തിൻ്റെ തടസ്സം മാറ്റണം, എന്നിട്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. അതാണ് പാപം ഏറ്റു പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണം. പാപങ്ങളെല്ലാം എണ്ണി ഏറ്റു പറഞ്ഞിട്ട് ഇനി അത് വരില്ല കർത്താവേ, കർത്താവിന് ഉറപ്പ് കൊടുത്തിട്ട് നാം പ്രാർത്ഥിക്കണം. എൻ്റെ സ്നേഹിതരെ, ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഈ യേശു നമ്മുടെ അനുഭവമായി മാറുമ്പോൾ, യേശുവിനോടുള്ള നിരന്തരമായ ബന്ധത്തിൽ വരുമ്പോൾ നാം വാസ്തവത്തിൽ സ്വർഗീയരായി തീരുകയാണ്. സ്വർഗം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരികയാണ്. നാം സ്വർഗീയരായി മാറുകയാണ്. ഇവിടെ ഈ ലോക ജീവിതത്തിൽ ആഹാരം കഴിക്കുന്നുണ്ട്, ശരി, വെള്ളം കുടിക്കുന്നുണ്ട്, നാം പ്രിയപ്പെട്ടവരെ നാം ദൈനംദിന ജീവിത കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മുടെ കൈക്കോ കാലിനോ മുഖത്തിനോ ആകൃതിഭേദം വരുന്നില്ല, നമ്മുടെ രൂപം മാറുന്നില്ല. പക്ഷേ അകം മാറിയിരിക്കുകയാണ്, അകം ശുദ്ധമാവുകയാണ്. എൻ്റെ ദൈവമേ, ആ മഹാഭാഗ്യം നിങ്ങൾക്ക് വേണമോ എന്ന് വളരെ എളിമയോടെ നിങ്ങളോട് ചോദിക്കട്ടെ. ഈ മഹാഭാഗ്യം, പാപം മാറുന്ന മഹാഭാഗ്യം, യേശുവിനോട് കൂടെ കോൺസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ് കിട്ടുന്ന മഹാഭാഗ്യം, നിരന്തരമായ സംസർഗം യേശുവിനോട് ലഭിക്കുന്ന മഹാഭാഗ്യം, യേശുവിനോടുകൂടെ അത് പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കുമ്പോൾ മാത്രമല്ല, സ്തുതിപ്പാൻ നാം തുടങ്ങുമ്പോൾ മാത്രമല്ല, രണ്ടു നേരവും കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ മാത്രമല്ല, പകലും രാവും എപ്പോഴും നമ്മുടെ ഓരോ അണുവിലും യേശുവിൻ്റെ ആത്മാവ് ഇങ്ങനെ പ്രസരിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവം, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശത്തിലും ദൈവാത്മാവ് തിങ്ങി നിൽക്കുന്ന അനുഭവം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്തത്തിൻ്റെ ഓരോ കണികയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയുന്ന അനുഭവം, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ സെല്ലിലും പരിശുദ്ധാത്മാവിൻ്റെ തീ കത്തുന്ന അനുഭവം, നമ്മുടെ ജീവിതം ദൈവാത്മാവിൻ്റെ തീ കൊണ്ട് നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവം. സ്തുതി എന്നോ സ്തോത്രം ഹല്ലേലൂയ എന്നോ പ്രൈസ് ദി ലോർഡ് എന്നോ പറയാതിരിക്കുമ്പോഴും അത് ഹൃദയത്തിൽ നിറഞ്ഞ് സ്തുതിയായി, കീർത്തനമായി, സ്തോത്രമായി, ദൈവസന്നിധിയിലേക്ക് ആരാധനയായി ഉയരുന്ന അനുഭവം. ഇത് ദൈവത്തോടുള്ള നിരന്തരമായ ബന്ധത്തിൻ്റെ അനുഭവമാണ്. നാളതുവരെ ആ ബന്ധത്തിൽ
ദൈവത്തിലേക്ക് വരാത്തവർ ആരെല്ലാം ഈ വാക്കുകൾ കേൾക്കുന്നുണ്ട്? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഏത് ജാതിയിലുള്ളവരാണെങ്കിലും, ഏത് മതത്തിലുള്ളവരാണെങ്കിലും, ഏത് സമുദായത്തിലുള്ളവരാണെങ്കിലും, ഏത് സഭയിലുള്ളവരാണെങ്കിലും, പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ വിനയപൂർവ്വം പറയട്ടെ, നിങ്ങളെ സ്നേഹിക്കുന്ന ക്രിസ്തു നിങ്ങളോട് ഇപ്പോൾ ഹൃദ്യമായി ഇടപെടുകയാണ്. അവൻ നിങ്ങളെ സ്നേഹിക്കുകയാണ്, അവൻ നിങ്ങളെ കരുതുകയാണ്. നിങ്ങളാരും സഭ മാറണ്ട, നിങ്ങളാരും സമുദായം മാറണ്ട, നിങ്ങളാരും കക്ഷി മാറണ്ട. നിങ്ങളുടെ ഹൃദയം മാറ്റുന്ന ക്രിസ്തു നിങ്ങൾ അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങളുടെ ജീവിതം അവൻ മാറ്റും. അവനോടുള്ള ബന്ധം നിങ്ങൾക്ക് തരും. നിങ്ങളിവിടെ ആത്മീയരായി മാറും, സ്വർഗീയരായി മാറും. നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. സ്വർഗം നിങ്ങൾ ഇറങ്ങി നിൽക്കും. രാജാധിരാജൻ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കും. ദൈവം നിങ്ങളെ നയിക്കാൻ തുടങ്ങും. ദൈവം നിങ്ങളെ നടത്താൻ തുടങ്ങും. ദൈവം നിങ്ങളെ ആശ്ലേഷിക്കും. ക്രിസ്തു നിങ്ങളെ ആലിംഗനം ചെയ്യും. ക്രിസ്തുവിന്റെ ചുടുചുംബനം നിങ്ങളുടെ തുടുത്ത കവിൾത്തടങ്ങളിൽ പതിയും. പ്രിയപ്പെട്ടവരെ, യേശു നിങ്ങൾക്ക് ചുടുചുംബനങ്ങൾ തരും. യേശുവിന്റെ കൈവെള്ളയിൽ നിങ്ങളെ പാലിക്കും. യേശുവിനെ നിങ്ങൾ സ്തുതിക്കും. യേശുവിനെ നിങ്ങൾ സ്തോത്രം ചെയ്യും. യേശുവിനെ നിങ്ങൾ മഹത്വം പാടും. നിങ്ങൾ സത്യവിശ്വാസികളായി നിങ്ങൾ ക്രിസ്തുവിനെ മഹത്വം പാടുന്ന ദൈവജനമായി മാറും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാസ്നേഹമായ യേശുവേ, ജീവനുള്ള സ്വർഗീയ പിതാവേ, മഹത്വപൂർണമായ യേശുദിനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഒലിവ് മലയുടെ പ്രാർത്ഥനാനുഭവത്തിലേക്ക് അവിടെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുപോയതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സ്വർഗീയ സംസർഗത്തിന്റെ പ്രാർത്ഥനയുടെ നിറവും അനുഭവവും ഞങ്ങൾക്ക് തരുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. മുട്ടിന്മേൽ പ്രാർത്ഥനാ നിരതനായിരിക്കും ദൈവവേദലിന്റെ മുമ്പിൽ പിശാച് വിറച്ചോടുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രോഗങ്ങൾ മാറ്റണമേ കർത്താവേ. ദുഃഖങ്ങളും കെടുതികളും കേടുകളും കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുരിതങ്ങളും യാതനകളും വേദനകളും മാറ്റി നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും കുടുംബങ്ങളിലേക്ക് ശാശ്വത ശാന്തി കടന്നു ചെല്ലണമേ. എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് സ്വർഗം ഇറങ്ങി വരണമേ. മനുഷ്യരോട് ദൈവം കൂടാരമടിക്കണമേ. എല്ലാവരെയും സ്വർഗീയ അത്ഭുത നന്മകളാൽ നിറയ്ക്കണമേ കർത്താവേ. ശാപങ്ങളും ദോഷങ്ങളും മാറ്റണമേ. പൈശാചിക ബന്ധനങ്ങൾ അഴിയണമേ. ദുസ്വഭാവങ്ങൾ മാറ്റണമേ. മദ്യപാന ആസക്തികൾ മാറ്റണമേ. കുടുംബ സമാധാനം തരണമേ. രോഗസൗഖ്യം അയക്കണമേ. മഹത്വം മറക്കപ്പെട്ട